ഇന്നത്തെ കാലത്ത് സത്യസന്ധത പ്രണയത്തിൽ വേണമെന്ന് പറഞ്ഞ് ഒരു കപ്പിൾസും കമ്പിളാക്കളും വാശി പിടിക്കാറില്ല. കാരണം ഈ സാധനം അവർ ഉപയോഗിക്കാറില്ല. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ എന്റെ ജീവശ്വാസം തീരുന്നത് വരെ ഞാൻ നിന്നെ ഇട്ടിട്ട് പോകില്ല എന്ന് പറഞ്ഞ സ്നേഹ ആ കോഴ്സ് തീരുന്നതിന് മുമ്പ് എന്നെ ഇട്ടിട്ട് വിശ്വസിക്കരുത്. ലോകത്ത് ഒരു പെണ്ണിനെ വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. എല്ലാ ദിവസവും റൂബി എനിക്ക് ഈ പാനിപ്പൂരി വാങ്ങിച്ചിരുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ. അത് പറഞ്ഞ ഞങ്ങളുടെ പ്രണയത്തിന്റെ സ്മാരകങ്ങളായിരുന്നു, താജ്മഹലായിരുന്നു ആ മണ്ട പൊട്ടിയ പാനിപ്പൂരികൾ. എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഒരാഴ്ച വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് തിരിച്ച് ഓഫീസിലേക്ക് കയറി വരും. ഈ ഓഫീസ് ബ്യൂട്ടി വാനിഷിംഗ് ബ്യൂട്ടിയായി. പിന്നെയാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്, അവള് സ്നേഹിച്ചത് ഈ പാവത്തിനെ ആയിരുന്നില്ല, ആ പാനിപ്പൂരി കടക്കാരനെയായിരുന്നു. അവള് പക്ഷെ പോയി. പിന്നെയും ഒരു വർഷം അവളുടെ ഓർമ്മകൾ എന്നെ വിട്ടു പോയില്ല. കാരണം 12 മാസത്തെ EMI എന്റെ പേര് ഇട്ടിട്ട് ഒരു ഫോൺ കൂടെ വാങ്ങിച്ചിട്ടാണല്ലോ അവള് മുങ്ങിയത്. എന്നെ തേച്ചതാണല്ലേ? മുങ്ങി മണ്ണെണ്ണ മുങ്ങി. കവികൾ പോലും ഈ കാതലിന്റെ കള്ളത്തരത്തെ പറ്റി ആവശ്യമില്ലാതെ പാടി വെച്ചേക്കുക. കേട്ടിട്ടില്ലേ? പൊയ് സൊല്ലക്കൂടാത് കാതലി, പൊയ് സൊന്നാലും നീയേ കാതലി. അപ്പൊ പിന്നെ ആയത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ? എന്ത് കാര്യത്തിന്? എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. ഒരു ബ്രാൻഡിന്റെ വ്ളോഗ് ഉണ്ട് മോനെ, നിന്നല്ലോ മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്. പറഞ്ഞേക്കാം, നിർത്തി അങ്ങ് അവമാനിക്കുവാണ് മുതലാളി. വ്ളോഗ് ഉണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. ഡെയിലി 1 കിലോ ബീഫ് തിന്നാ മതി, മസിൽ മല പോലെ വരുന്നു. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? നട്ടാ കുരുക്കഥ നുണകൾ പറയില്ല ഇവന്റെ ഹോബി. എല്ലാവർക്കും ശരീരം നോക്കണം ആഗ്രഹമുണ്ട്. ഇരിക്കുന്ന മന്തിക്കുട്ടി വരെ, അതായത് ശരീരം വീർക്കുന്നത് പോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് പേഴ്സണൽ ട്രെയിനർ പറഞ്ഞപ്പോൾ ഡെയിലി 10 മിനിറ്റ് വീട്ടിൽ നിന്ന് ആവി പിടിച്ചാണ്. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? മലവെള്ളം വന്ന് സർവ്വതും നശിച്ച നാട്ടുകാരുടെ കയ്യിൽ, നാട്ടുകാർക്ക് വേണ്ടി പിരിച്ച കാശിൽ നിന്ന് കൈയിട്ട് വാരിട്ട് അതിന്റെ പേര് പോലും കള്ളം പറഞ്ഞ യങ് വൈബ്രന്റ് പൊളിറ്റീഷ്യൻസുള്ള നാടായത്. ആരെങ്കിലും വിചാരിക്കും എങ്ങനെ എടുത്തതാണ്. ഇവിടെ എന്നും കള്ളന്മാർക്കും കള്ളത്തരത്തിനൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ടാവും. നന്ദി, നമസ്കാരം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. അപ്പൊ എങ്ങനെയാ, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?